കേരളത്തെ ഞെട്ടിച്ച ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണം അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വിജയപ്രാപ്തിയിലെത്തി നിൽക്കുകയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിന് ശേഷവും കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകാതിരുന്നത് മൂലം പ്രതികള് ജാമ്യം കെട്ടി പുറത്തു വരുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞത്, ഏതാണ്ട് ഇതോടെ അന്വേഷണം അവസാനിക്കും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് സംസ്ഥാന നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പ്രതിപക്ഷം, ഇതിനെ എതിർക്കാൻ ബാധ്യസ്ഥരായ പ്രതിപക്ഷം പ്ലാക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയെങ്കിലും ചെയ്യണ്ടേ? അതാണ് ഇന്നും ഇന്നലെയും നിയമസഭയിൽ നടന്നത്. അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. വാസ്തവത്തിൽ പ്രതിപക്ഷം അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തത്. ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടരുത്, അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്, അട്ടിമറിക്കരുത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ 2 MLA നിയമസഭാ കവാടത്തില് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല, സർക്കാരിന് യാതൊരു മാറ്റവുമില്ല എന്ന് കണ്ടപ്പോൾ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഞങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ പ്രകടനവുമായി അവര് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം നടത്തുന്നത് UDF-ഉം LDF-ഉം ഒക്കെ പലവട്ടം ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ സകല സീമകളും കടന്നുപോയ ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അപ്പോഴാണ് വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തടയാൻ, അവരോട് ഏറ്റുമുട്ടാൻ സർക്കാർ തയ്യാറായത്. ഈ സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണത്തിന്റെ കഥ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കൊടും കുറ്റകൃത്യങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അവിടെ നിന്ന് മോഷണം പോയ അല്ലെങ്കിൽ കവർച്ച ചെയ്ത സ്വർണത്തിന്റെ അളവോ അതിന്റെ വിലയോ അല്ല, മാർക്കറ്റ് വിലയോ അല്ല, വിപണിയിലെ വിലയോ അല്ല അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാക്കി മാറ്റുന്നത്. അത് ശബരിമല അയ്യപ്പന്റെ സ്വർണമാണ് എന്നുള്ളതാണ്. അതുമായി ചുറ്റിപ്പറ്റി കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസമാണ് ഉള്ളത്. അതിനെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് അതിന്മേൽ കടന്നുകയറ്റം നടത്തിക്കൊണ്ടാണ് ഇവിടെ ഈ കവർച്ച നടന്നിരിക്കുന്നത്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടവര്, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നവര്, അവരൊക്കെയാണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഇത് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ, ദേവസ്വം ബെഞ്ചിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണത് നടന്നുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും ആ അന്വേഷണത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചതാണ്. കാരണം അത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയോ അല്ല ആ അന്വേഷണത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ വിശ്വസിച്ചു അല്ലെങ്കിൽ വിചാരിച്ചു. അതുകൊണ്ടാണ് വലിയ പ്രതീക്ഷ ഉണ്ടായത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് അന്വേഷണം മുന്നോട്ട് പോയി. ആ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് CPM-ന്റെ നേതാക്കളായ പത്മകുമാറും വാസുവും ഒക്കെ അറസ്റ്റിലായത്. അതോടെ CPM വിരളി പിടിച്ചു. അവർ വല്ലാതെ ഭയപ്പെട്ടു. ഇത് പാർട്ടി ഒരു വല്ലാത്ത പതിനത്തിലേക്ക് എത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. ആ സമയത്താണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നത്. അതിന്റെ പ്രചാരണ കാലത്ത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിൽ ഇടപെട്ടു. അന്വേഷണം നന്നായിട്ട് നടക്കാത്തതിനെ പറ്റി ഡിവിഷൻ ബെഞ്ച് തന്നെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മന്ദഗതിയിലായി. പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് അന്വേഷണ സംഘം പഠിച്ചു. ദേവസ്വം ബോർഡിലെ 2 മെമ്പർമാര് കുറ്റാരോപിതരായിട്ടപ്പോൾ പുറത്തു നിൽക്കുകയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ബോധപൂർവമായിട്ട് ചെയ്തതായിരുന്നു. പിന്നീട് അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടതോടെ, തോറ്റമ്പിയതോടെ ഒരു പ്രതികാരം പോലെയാണ്. ഇതാണ് കാരണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസാണ് അവരുടെ പരാജയത്തിന് കാരണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നീട് ഒരു പ്രതികാരം പോലെ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനു വേണ്ട അവര് വിജയിച്ചിരിക്കുകയാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടും. അതിനു മുമ്പ് ഈ പ്രതികൾ നടത്തിയ പത്മകുമാറും വാസുവും അടക്കമുള്ള പ്രതികൾ നടത്തിയ ശ്രമങ്ങൾ, ജാമ്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഒന്നും വിജയിച്ചില്ല. വിജിലൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ പോയി. സുപ്രീം കോടതി 2 വട്ടം പറഞ്ഞു, നിങ്ങള് ഈശ്വരനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്ന്, നിങ്ങള് ദൈവത്തിന്റെ മുതൽ കവർച്ച ചെയ്തല്ലോ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലമാണ് നിയമസഭയിലെ ഇപ്പോഴത്തെ വലിയ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ളത്. അതായത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം കൃത്യമായിട്ട് നടക്കണം. അതിന് ഉത്തരവാദികളിൽ ഒരാളെന്ന് കരുതപ്പെടുന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പക്ഷേ ഇത് ഓരോ ദിവസം ചെല്ലും തോറും, ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ
ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലുള്ള രണ്ടാമത്തെ കേസില് ജാമ്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ കോടതിയുടെ മുമ്പിൽ വരിക. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചതിനുള്ള കേസ്, അതിലയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അതായത് 90 ദിവസം കഴിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇനിയിപ്പോൾ ഇന്ന് കട്ടിളപ്പാളിമേലിലെ സ്വർണം മോഷ്ടിച്ചതിന് കവർച്ച ചെയ്തതിനുള്ള കേസാണ്. അതിനും കൂടി ജാമ്യം കിട്ടിയാൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ സന്തോഷത്തോടുകൂടി ജയിൽ വിമോചിതനാവും. ഈ അവസ്ഥ ഉണ്ടായതിനെതിരെയാണ് പ്രതിപക്ഷം പോരാട്ടം നടത്തുന്നത്. പത്മകുമാറിനെയും വാസുവിനെയും ഏത് വിധേനയും ജയിലിന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് CPM-ന്റെ ഒരു വാശിയ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപിത ആവശ്യമാണ്. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2-3 മാസമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന കാലത്ത് CPM-ന്റെ ഈ നേതാക്കള് ജയിലിലാണെങ്കിൽ അത് LDF-ന്റെ സാധ്യതകളെ വളരെ മോശമായിട്ട് ദോഷമായിട്ട് ബാധിക്കുമെന്ന് അവർക്കറിയാം. അതവർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചതാണ്, അവർക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരണം. ജാമ്യം കിട്ടി പുറത്തു വന്നാല് ഇവരൊക്കെ കുറ്റവിമോചിതരായി, സ്വർണ്ണ കവർച്ച കേസ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാതായി എന്നൊക്കെ ഇവർക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രതികളെ ഈ സാങ്കേതിക ന്യായം പറഞ്ഞ് കുറ്റപത്രത്തിന്റെ പേര് പറഞ്ഞ് രക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ മോചിപ്പിക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിക്കുന്നതിന്. അന്വേഷണം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയിൽ സമർപ്പിക്കാമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല, അതിനവർ തയ്യാറായിട്ടില്ല. അതിനെപ്പറ്റി ഇപ്പോ SIT ഒന്നും പറയുന്നുമില്ല. അതിന്റെ പിന്നിലെ രഹസ്യ ലക്ഷ്യം എന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, മോചിപ്പിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത് ദോഷം വരുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഗവൺമെന്റ് ഈ വഴിക്ക് ആലോചിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ പുറത്തിറങ്ങുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പത്മകുമാറിനെയും വാസുവിനെയും ഇതേ കാരണം പറഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വാഭാവിക ജാമ്യം നേടുന്നതിന് സാധിക്കും. അതിനുള്ള ശ്രമത്തെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ എതിർക്കുന്നത്, അല്ലെങ്കിൽ ചെറുക്കുന്നത്. CPM നേതാക്കളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പ്രത്യക്ഷത്തിൽ ഒരു വിജയമാണെന്നോ ഒരു നേട്ടമാണെന്നോ CPM-ന്റെ നേതൃത്വം കരുതുന്നുണ്ടാവും. പക്ഷെ അവര് ഇതിലൂടെ ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക, അവരെ വില കുറച്ച് കാണിക്കുകയാണ് CPM നേതൃത്വം ചെയ്യുന്നത്. അതായത് ഈ സ്വർണ്ണ കവർച്ച കേസാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് അവരുടെ പരാജയത്തിന് കാരണം എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും അത് മനസ്സിലാവും. ഇപ്പോൾ ഇതാ ഈ സ്വർണ്ണ മോഷണ കേസിലെ ഈ പെരും കൊള്ളയിലെ അമ്പലക്കൊള്ളയിലെ പ്രതികള്, CPM നേതാക്കള്, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികള്, അവരെ ഇങ്ങനെ കുറുക്കുവഴികളിലൂടെ പിൻവാതിലൂടെ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അതിനെ കേരളത്തിലെ ജനങ്ങള് സതുദ്ദേശത്തോടെ കാണുമെന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. അതിന്റെ പിന്നിലെ ഉദ്ദേശം വോട്ടർമാർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയവും വേണ്ട. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ നഷ്ടം LDF-ന് ഉണ്ടാക്കുകയും ചെയ്യും. അതിവർ മനസ്സിലാക്കുന്നില്ല. LDF അല്ലെങ്കിൽ CPM മനസ്സിലാക്കുന്നില്ല. മറ്റു ഘടകകക്ഷികൾക്ക് അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ ഉറക്കെ പറയാൻ ധൈര്യവുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിയമസഭയിലെ ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളെ വേർതിരിച്ചു കാണാനാണ് പിണറായി വിജയനും മന്ത്രി P. രാജുവും ഒക്കെ ശ്രമിച്ചത്. കേസന്വേഷണത്തിന്റെ ചുമതല അത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനാണ്, അത് ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ചും അന്വേഷണത്തിലെ അപാകതകളെ കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സിംഗിൾ ബെഞ്ചാണ്, പ്രതികളുടെ ജാമ്യം കേട്ട സിംഗിൾ ബെഞ്ച്. പിണറായിയും P. രാജുവും പറയുന്നത് ദേവസ്വം ബെഞ്ചിന് SIT-യുടെ അന്വേഷണത്തിൽ പരിപൂർണ തൃപ്തിയാണെന്നാണ്. കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കോടതി പലവട്ടം SIT-യെ വിമർശിച്ചിട്ടുണ്ട്, അന്വേഷണത്തിലെ പോരായ്മകള് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ കേട്ട സിംഗിൾ ബെഞ്ച് അപ്പോഴത്തെ അവരുടെ നിഗമനങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പരാമർശിച്ചിട്ടുണ്ടാവും. അതൊന്നും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മുടെ പിണറായി വിജയന്റെ വാദം. ഡിവിഷൻ ബെഞ്ച് SIT-യുടെ അന്വേഷണത്തെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ബെഞ്ചാണ്. സിംഗിൾ ബെഞ്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. അതാണ് ഇന്നലെ നിയമസഭയിൽ പിണറായി വിജയനും അതുപോലെ തന്നെ P. രാജുവും എടുത്തൊരു നിലപാട്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതുവരെയുടെ കേസ് അന്വേഷണത്തെക്കുറിച്ച് അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അവർക്ക് എന്താണ് അഭിപ്രായം, അവരുടെ നിലപാട് എന്താണ്, അതറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് അവകാശമുണ്ട്. അത് താമസം വിന കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണം ഹൈക്കോടതിക്കാണെന്ന് സ്ഥാപിക്കാനാണ് മന്ത്രി P. രാജീവ് ഇന്നലെ നിയമസഭയിൽ ശ്രമിച്ചത്. മന്ത്രി P. രാജീവ്, താങ്കൾ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ 90 ദിവസമായിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ഈ ഡിവിഷൻ ബെഞ്ച് അറിഞ്ഞുകൊണ്ടാണെന്നാണോ? അങ്ങനെയാണോ താങ്കൾ അർത്ഥമാക്കുന്നത്? അതാണോ ശരിയായ വസ്തുത? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ താല്പര്യപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ അറിയാൻ അവർക്ക്
അവകാശമുണ്ട്, അവർക്ക് അധികാരമുണ്ട്. നാട്ടിൽ ചെലവാകാത്ത കാര്യങ്ങള് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നു എന്നാണ് പിണറായി വിജയന്റെ കണ്ടുപിടുത്തം. കോമ്രേഡ് പിണറായി വിജയൻ, ഇത് നാട്ടിൽ ചെലവാകാത്ത കാര്യമല്ല, അങ്ങനെ സാർ കരുതരുത്. സഖാവേ, ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ചെലവായതാണ്, നല്ലതുപോലെ ഓടിയ സിനിമയാണ്. അത് മറന്നു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റി കൂടുമ്പോ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പരാജയത്തിന് കാരണമായിട്ടില്ല എന്ന് എഴുതി വെക്കാം നിങ്ങളുടെ രേഖകളിൽ. പക്ഷെ ജനങ്ങൾക്ക് ഇതറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അതാ പറഞ്ഞത്, ചെലവാകാത്ത കാര്യമല്ല ഇത്, നന്നായിട്ട് ചെലവായ കാര്യമാണ്. മറിച്ചുള്ള ധാരണകളൊന്നും തെറ്റിദ്ധാരണകളൊന്നും അങ്ങേക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം കാട്ടിയതൊക്കെ കോപ്രായമാണെന്നാണ്. നമ്മുടെ സ്പീക്കർ ഏതാണ്ട് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു. സ്പീക്കറുടെ മുൻപില് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാനർ പിടിച്ച് അദ്ദേഹത്തെ അന്ധരെ പോലെ ആക്കിയെന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങള് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്പീക്കർക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളാരും മറന്നുപോകാത്ത ഒത്തിരി സംഭവങ്ങള് കേരള നിയമസഭയിൽ അരങ്ങേറിയിട്ടുണ്ട്. നമ്മളാരും അതിന് സാക്ഷികളല്ല, പക്ഷെ ചരിത്രമുണ്ട്, രേഖകളുണ്ട്. അത്തരത്തിലുള്ള ചില കഥകളൊന്ന് പറയട്ടെ. ഏറ്റവും അവസാനം ഇതുപോലെ സംഭവിച്ചത് 2015 മാർച്ച് 13. അന്ന് KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന ദിവസം. ബജറ്റ് കള്ളൻ കോഴമാണി എന്നാണ് അന്ന് നിങ്ങളെ മാണിയെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിന്റെ മകനടക്കം നിങ്ങളുടെ കൂടെയാണ് ഇന്ന്. യാതൊരു നാണവുമില്ലാതെ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്, ഞങ്ങളത് കാണുന്നുണ്ട്. അന്ന് മാണി നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോഴ് നമ്മുടെ ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവര് അന്ന് എന്താണ് ചെയ്തത്? അത് മറക്കാൻ മാത്രം സമയമായിട്ടില്ലല്ലോ. ഇന്നും നമ്മുടെ മനസ്സിൽ ആ ചിത്രങ്ങൾ ഉണ്ടല്ലോ. സ്പീക്കറെ പോലും ഡയസിലേക്ക് വരാൻ അനുവദിക്കാതെ സ്പീക്കർ ഡയസിലേക്ക് കടന്നു കയറി അവിടുത്തെ മേശയും കമ്പ്യൂട്ടറും കസേരയും അടക്കമുള്ളവർ തകർത്തു. ശിവൻകുട്ടിയും KT ജലീലും അടക്കമുള്ള അംഗങ്ങള് എന്തൊക്കെയാണ് ചെയ്തത്? ശിവൻകുട്ടി സ്റ്റേജിൽ മേശപ്പുറത്ത് കയറി ശിവതാണ്ഡവമാടുകയായിരുന്നില്ലേ? അതിന്റെ ചിത്രങ്ങൾ ഇന്നും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. ആർക്ക് വേണമെങ്കിലും കാണാം. ശിവതാണ്ഡവമാടി ക്ഷീണിച്ചപ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. മറന്നുപോയോ ഇതൊക്കെ? കേരള നിയമസഭയുടെ ചരിത്രത്തില് ഇതുപോലൊരു സംഭവവികാസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ CPM-ന്റെയും UDF-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അന്നത്തെ ധനകാര്യമന്ത്രി മാണിക്കെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ നിയമസഭ നിങ്ങൾ തകർത്തു കളഞ്ഞു, ഓർമ്മയില്ലേ? എന്നിട്ടിപ്പോ ശിവൻകുട്ടിയാണ് പ്രതിപക്ഷത്തെ മര്യാദ പഠിപ്പിക്കുന്നത്, പാഠം പഠിപ്പിക്കാൻ വരുന്നത്. എന്തൊരവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. 1970 ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് രാജിവെച്ചപ്പോ ഇനി ഒരു മന്ത്രിസഭ ഉണ്ടാവുന്ന ആരും കരുതിയില്ല. പക്ഷെ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും സഹായത്തോടെ CPIയുടെ നേതൃത്വത്തില് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി ഒരു മന്ത്രിസഭയുണ്ടായി. അന്ന് CPM വല്ലാതെ വിറളി പിടിച്ചു. ഈ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ രംഗത്തിറങ്ങിയത്. 1970 ജനുവരി 29 CVC വാര്യർ, EM ജോർജ്, NP തണ്ടാർ, TM മീരിയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം CPM MLA-മാര് നിയമസഭയുടെ സ്പീക്കർ ഡയസിലേക്ക് കയറി ചെന്നു. സ്പീക്കർ അവരുടെ കയ്യേറ്റത്തിൽ നിന്ന് അല്പം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. സ്പീക്കറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞു. അവസാനം മീരിയൻ സ്പീക്കറുടെ മൈക്കിലൂടെയാണ് മുദ്രാവാക്യം വിളിച്ചത്. പിന്നീട് അത് പിഴുതെടുത്ത് വലിച്ചെറിഞ്ഞു. ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്പീക്കർ. സ്പീക്കറുടെ രക്ഷയ്ക്ക് വന്ന ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ CPM അടിച്ച് ഇഞ്ചപ്പരുവമാക്കി. മറന്നുപോയതൊക്കെ 1983 മാർച്ച് 28. അന്ന് നിയമസഭയിൽ ബഹളമുണ്ടാക്കിയതിന് MP രാഘവൻ, കോഴിക്കോട് കൃഷ്ണൻ നായർ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് മാർച്ച് 28. പിറ്റേന്ന് മാർച്ച് 29 എന്താ സംഭവിച്ചത്? സസ്പെൻഷനിലായ അംഗങ്ങളെ നിയമസഭയിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. സ്ത്രീ അംഗങ്ങളെ ചുറ്റും നിർത്തി ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ 3 പേരെ സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് വലിയ കലാപം തന്നെ ഉണ്ടായി, തമ്മിൽ അടിയുണ്ടായി. മറന്നുപോയ കാര്യങ്ങളൊക്കെ. 1987 ജൂൺ 30 അന്ന് MV രാഘവനോട്, അന്ന് രാഘവൻ പാർട്ടി വിട്ട് പുറത്താ, UDF-ലാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ തെരഞ്ഞെടുപ്പിൽ അഴിമതി നടന്നു, കൃത്രിമം നടന്നു എന്നാരോപിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലെ പ്രതിഷേധം ഉയർത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില കടലാസുകളുമായി അന്നത്തെ മന്ത്രി TK രാമകൃഷ്ണന്റെ മുൻപിലേക്ക് വരികയും അദ്ദേഹത്തിന് അത് കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം സ്വീകരിച്ചില്ല. അപ്പോൾ രാഘവൻ ആ കടലാസുകള് TKയുടെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. അതുകൊണ്ട് CPM-കാര് രാഘവൻ TKയെ കയ്യേറ്റം ചെയ്യുകയാണെന്നാണ് കരുതിയത്. അന്ന് MV രാഘവനെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ EP ജയരാജൻ അടക്കമുള്ളവര് ചവിട്ടിക്കൂട്ടിയ രംഗം അത് ഈ നിയമസഭയുടെ ചരിത്രത്തിൽ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാഘവന്റെ മകനൊക്കെ പിണറായി വിജയന് സ്തുതി പാടുന്നത് കാണുമ്പോൾ നമ്മള് ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞതുപോലെ അത്ഭുതം തോന്നിപ്പോവുകയാണ്. ഇതൊക്കെയാണ് സാർ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങള്.
അതിനെയൊക്കെ മറന്നുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ടാണ് കോപ്രായം കാണിച്ചു എന്നൊക്കെ പറയുന്നത്. ഇവിടെ നിയമസഭയുടെ നടുത്തളത്തിൽ LDF-ഉം UDF-ഉം കോൺഗ്രസും CPM-ഉം ഒക്കെ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുക തന്നെ വേണം. അവസാനമായിട്ട് ഹൈക്കോടതിയോട് ഒരു അപേക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി എന്താണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ ഭക്തന്മാര് കോടതിയിൽ വളരെ പ്രതീക്ഷ അർപ്പിച്ച് ഈ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കും എന്ന് കരുതിയതാ. ഇവിടെ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെടാതെ പ്രതികൾ ഓരോരുത്തരായിട്ട് ജാമ്യത്തിലിറങ്ങുന്നു. കേരളത്തിലെ ജനങ്ങള് കോടതിയുടെ നിലപാട്, ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയാൻ കാത്തിരിക്കുന്നു.